ഹലോ ഗൈസ്. അപ്പം മഹാവതാർ നരസിംഹ എന്ന് പറയുന്ന ഒരു ആനിമെ കണ്ടിട്ട് ഇതാ വന്നിരിക്കുകയാണ്. പടം ഇസ് ഒരു കിഡ്സ് മൂവി പോലെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു അരമണിക്കൂർ വേറെ ലെവലാണ് സാധനം പോകുന്നു. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഹിരണ്യകശിപു, ആ ഒരു അസുരൻ്റെ, ആ അസുരന് ഹിരണ്യകശിപുവിൻ്റെ അനിയനും ഇവർക്ക് ജന്മം നൽകുന്നതും ആ ഒരു പരിപാടിയൊക്കെ അടിപൊളിയാണ്. എങ്ങനെ ഇങ്ങനെ ആവുന്നതും അത് അടിപൊളിയാണ്. പിന്നെ പ്രഹ്ലാദ് വന്നതിന് ശേഷം കുറച്ച് ഭയങ്കര ഒരു കിഡി പോലെ, ഒരു ഡോറ സെറ്റപ്പ് പോലെയാണ്. ഇങ്ങനെ പിള്ളേർക്കുള്ള സെറ്റപ്പ്, പഴയ ചോട്ടാ ഭീം സെറ്റപ്പ് ഇല്ല, അതുപോലെ അങ്ങ് പോവും. അത് ഭയങ്കര കിഡി സംഭവമാണ്, അത് ഭയങ്കര കിഡി സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് കുറച്ച് സഹിച്ചിരിക്കണം. പിന്നെ ആദ്യം വരാഹരൂപം സംഭവം വരും. മൊത്തം ഊക്ക സാധനമാണ് ആദ്യം, അത് അടിപൊളി സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നരസിംഹ ഒന്ന് അഴിഞ്ഞാടും, അതൊക്കെ കിടുക്കാച്ചി സാധനമാണ്. അവസാനത്തൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റോളം ഉണ്ട്, ഒരു 15-20 മിനിറ്റോളം ഉണ്ട്. അത് നമുക്ക് കണ്ണ് തള്ളി ഇങ്ങനെ തിയേറ്ററിലിരിക്കുക. നരസിംഹം വന്ന് താണ്ടവാടുന്ന സാധനം കിടില സാധനമാണ്. നമുക്കിത് ആക്ച്വലി ഇത് ഇപ്പോഴത്തെ കിഡ്സിനെയൊക്കെ ഒന്ന് കാണിച്ചാൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. ഇത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. നമ്മൾ പണ്ടൊക്കെ പറയൂലേ, നമ്മൾ വരാന്തിലിരിക്കാൻ പാടില്ല, അവിടെ വെച്ചാണ് ഹിരണ്യകശിപുവിനെ കുടലുമാല വലിച്ച് കീറി. പണ്ട് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രഹ്ലാദിൻ്റെ സ്റ്റോറി, ഇതൊക്കെ ഞാൻ പണ്ട് സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്ണു പുരാണം എന്ന് പറഞ്ഞ വലിയ സീരിയലാണ്, ആ സെറ്റപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത് കാണാൻ പോയത്. എനിക്ക് അറിയണം, എനിക്ക് ഹിരണ്യകശിപു എങ്ങനെ ജന്മം കൊണ്ടു, അയാൾ ഇങ്ങനെയായി, ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദ് എന്നൊക്കെ ഉള്ള കാര്യം പിന്നെ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കിടിലം പടം. ഒരു അസുരനും ദേവഗണം അസുരഗണം തമ്മിലുള്ള ഒരു ഫൈറ്റാണ് സംഭവം വന്നിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 7 സീരീസ്, ഒരു 7 പാർട്ടായിട്ടുണ്ട്. ഇനി അടുത്തത് പരശുരാമൻ്റെ സംഭവം വരുന്നത്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അടുത്തത് ഇനി വരുന്നത് പരശുരാമനാണ്. പരശുരാമൻ്റെ ഒരു ജസ്റ്റ് ഒരു 2 സെക്കൻഡോളം സാധനം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലത്തെ ഡയറക്ടർ അശ്വിൻ കുമാറാണ് ഇതിൻ്റെ പടത്തിലെ ഡയറക്ടർ. കുറച്ചും കൂടെ പക്ഷേ ഇതിൻ്റെ ഗോർ സീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അന്യായം ഗോർ സീൻസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിള്ളേരൊന്നും തള്ളയൊന്നും വേണ്ട, സംഭവം കുറച്ച് ഗോർ സീനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അവസാനം അതൊക്കെ മൊത്തം ചോരക്കളമാണ് മൊത്തം. പിന്നെ എടുത്തു പറഞ്ഞതിൻ്റെ മ്യൂസിക്, സാംസി അടിപൊളി മ്യൂസിക് ആയിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എനിക്ക് പറ്റിയ 2 മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ മലയാളം ഡബ്ബിൽ പോയി തല വയ്ക്കരുത്. പറ്റുമെങ്കിൽ കന്നഡ തന്നെ പോയി കാണാനേ ഞാൻ പറയുള്ളൂ. ഇവിടെ തമിഴ് ഡബ്ബൊന്നും ഇവിടെ കേരളത്തിലില്ല. ഞാൻ നോക്കിയപ്പോൾ തലയെ വച്ച് പോയതാണ് മലയാളത്തിൽ. പിന്നെ രണ്ടാമത്തെ നല്ല തിയേറ്റർ ചൂസ് ചെയ്യണം. ഞാൻ കണ്ട തിയേറ്ററിൽ വേസ്റ്റ് 3D പടം, പക്ക 3Dയിൽ മേക്ക് ചെയ്ത സാധനമാണ്. അതിൽ കുറേ സീൻസ്, ഒത്തിരി സീൻസ് ബ്ലാക്ക് മാർക്ക്, അതായത് സ്ക്രീനിൻ്റെ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു തിയേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ എനിക്ക് കിട്ടിയ 3D ഗ്ലാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ 3D എഫക്ട്സ് എനിക്ക് കിട്ടില്ല. പക്ഷേ നല്ല തിയേറ്റർ പോയി കണ്ടാൽ അത് അന്യായ 3D പടം തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡബ്ബിങ് നോക്കുക, നല്ല തിയേറ്ററും ചൂസ് ചെയ്യുക. മലയാളത്തിൽ പോയി തല വയ്ക്കരുത്. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ആദ്യത്തെയൊക്കെ ഹിരണ്യകശിപുവിൻ്റെ അമ്മയുടെയൊക്കെ സീന് കാണിക്കുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചു പോയി, സത്യം പറഞ്ഞു. ആ ഡബ്ബിങ് കാരണമാണ് ഞാൻ ചിരിച്ചു പോയത്. പക്ഷേ പിന്നെ പോകുമ്പോൾ ആ ഡബ്ബിങ് അല്ല, നമ്മൾ ആ വിഷ്വൽ അങ്ങ് ഇരുത്തും സാധനം. അതിൽ നമ്മളങ്ങ് തന്നെ ഇരുന്നോളും സംഭവം. അടിപൊളി വിഷ്വലായിരുന്നു. VFX ടീമൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ നമുക്ക് അഭിമാനിക്കാം. ഈ സിനിമയിലൊക്കെ നമുക്ക് അഭിമാനിക്കാനുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്യണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നല്ലോണം വന്നിട്ടുണ്ട്, അടിപൊളി ടോപ്പ് എന്ന് പറയാം. ഒരുപാട് എൻജോയ് ചെയ്യാം. ഭയങ്കര കിഡി മൂവിയാണ്. ഞാൻ പറയും, പ്രഹ്ലാദ് എന്ന് പറയുന്ന ക്യാരക്ടർ വന്നതിന് ശേഷം ഭയങ്കര കിഡിയാണ്. നമ്മളത് കുറച്ച് സഹിച്ചിരിക്കണം അവസാനം വരെ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ടോപ്പ് നോച്ച് ആണ് പടം കയറി പോകുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. തിയേറ്ററിൽ പോയി കാണുന്നത് അടിപൊളിയാണ്. പിള്ളേരെ ഒന്ന് കാണിക്കാം, ഫാമിലിയിലൊക്കെ ധൈര്യമായിട്ട് പോയി കാണാം. നമുക്കൊരു ഡിവോട്ടി സാധനം കിട്ടും. നല്ലൊരു രോമാഞ്ചിഫിക്കേഷനൊക്കെ നല്ല പോലെ നമുക്ക് കയറി വരും സാധനം. വരാഹ അവതാരത്തിലും നരസിംഹമൊക്കെ പിന്നെ അങ്ങ് ഇളവും. നമ്മൾ പിക്ചേഴ്സിൽ കണ്ട പോലെ ചുമ്മാ ഗൂഗിളിൽ നരസിംഹം എന്നടിക്കുമ്പോൾ തന്നെ 10 കൈയുള്ള സാധനം നരസിംഹം വന്ന് കുടൽമാല കീറുന്ന അസുരനെ കാണാം. ആ സെയിം പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 10 കൈ കൊണ്ട് തന്നെയാണ് ഇതിലെല്ലാ വിളയാട്ടവും. അടിപൊളി. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ ഗൈസ്, ബൈ.